എന്നവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നിന്റെ ഭവനം എപ്രകാരമുള്ള ഭവനമാണ്? ചോദ്യം ആവർത്തിക്കാം. നിന്റെ ഭവനം ഏത് കാറ്റഗറിയിൽ പെടുന്ന ഭവനമാണ്? ഇന്നത്തെ ഒന്നാം വായനയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയാണ്. 2 തരത്തിലുള്ള ഭവനങ്ങളെക്കുറിച്ച് പറയുന്നു. അതിലൊന്ന് നീതിമാന്റെ ഭവനമാണ്, 2 ദുഷ്ടന്റെ ഭവനമാണ്. നമുക്കറിയാം, നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവൻ. മറ്റുള്ളതെല്ലാം വ്യാഖ്യാനങ്ങളാണ്. നീതിമാൻ. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന് വിരുദ്ധമായി പെരുമാറുന്നവൻ. ദൈവഹിതത്തിന് വിരുദ്ധമായി നമുക്ക് പലതരത്തിൽ പെരുമാറാനും പറ്റും. നമ്മുടെ വാക്കുകളിൽ ദൈവഹിതത്തിന് വിരുദ്ധമായി, ചിന്തകളിൽ, പ്രവൃത്തികളിൽ, അങ്ങനെ ദൈവഹിതത്തിന് വിരുദ്ധമായി പെരുമാറുന്നവൻ, അവനാണ് ദുഷ്ടൻ. അത് ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെയൊക്കെ ആവാം. ഒരു ഉദാഹരണത്തിന്, പ്രഭാതത്തിൽ നമ്മൾ ദിവ്യബലി അർപ്പിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം എന്ന് വിചാരിക്കുക. നമ്മൾ ദേവാലയത്തിൽ പോകണം. അപ്പോൾ ദേവാലയത്തിൽ പോകാതെ കിടന്നുറങ്ങുന്നവനെ മുതൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓക്കെ. അപ്പോൾ ഒരാൾ ദുഷ്ടനാവാൻ അയാൾ കൊലപാതകം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു കളവ് പറയുന്നവനും ഒക്കെ അപ്പോൾ ആ കാറ്റഗറിയിൽ ദൈവഹിതത്തിന് വിരുദ്ധമായി പെരുമാറുന്നവൻ. അതുപോലെ തന്നെ ഇപ്പോൾ വൈകുന്നേരം നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ കുടുംബ പ്രാർത്ഥന ചൊല്ലാതെ TV കൊണ്ടുകൊണ്ടിരിക്കുന്നവനും ഏത് കാറ്റഗറിയിൽ പെടും? അതെ, മെച്ചം പറയുന്നില്ല. അപ്പോൾ ആ കാറ്റഗറിയാണ്. അപ്പോൾ അതാണ് ദുഷ്ടന്റെ കാറ്റഗറി. നീതിമാന്റെ കാറ്റഗറി ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു വിളക്കുണ്ടായിട്ട് ആ വിളക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പീഠത്തിൽ വയ്ക്കാതെ അത് മറച്ചു വയ്ക്കുന്നവൻ ദുഷ്ടനാണ്. അപ്പോൾ ഏതാണ് ഈ വിളക്ക്? ഈ വിളക്കെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സുഹൃതങ്ങളാണ്. സുഹൃതങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവാണ്, നന്മകൾ ചെയ്യുന്നതിനുള്ള കഴിവാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൽ 27 മുതൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു നന്മ അത് ലഭിക്കാൻ അർഹതയുള്ള ഒരാൾക്ക് നിങ്ങൾ നിഷേധിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവുണ്ടായിട്ട് ഒരാൾ എടുത്തു വരുമ്പോൾ ഇന്ന് പോയിട്ട് നാളെ വാ എന്ന് പറയരുത് എന്ന് പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിളക്കുണ്ട്, നമുക്കെല്ലാവർക്കും വിളക്കുണ്ട്. ആ വിളക്ക് വിശ്വാസത്തിൻ്റെ വിളക്കാകാം, സ്നേഹത്തിൻ്റെ വിളക്കാകാം, പ്രാർത്ഥനയുടെ വിളക്കാകാം. എല്ലാം കൂടി ഒരുമിച്ച് യേശു എന്ന് പറയുന്ന, ക്രിസ്തു എന്ന ഒരു വിളക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ആ വിളക്ക് നമ്മൾ മറച്ചു വച്ചിരിക്കുകയാണോ, അതായത് കട്ടിലിനടിയിൽ വെച്ചിരിക്കുകയാണോ, പറകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ പീഠത്തിൽ വെച്ചിരിക്കുകയാണോ? നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു ചൈതന്യം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? 3-ാമത് ഈശോ പറയുകയാണ്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഉള്ളവന് നൽകപ്പെടുമെന്ന് പറയുന്നത്? നമ്മൾ ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് കാശുള്ളവനും കാശില്ലാത്തവനും. ഉള്ളവന് നൽകപ്പെടും എന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവന് അത് വീണ്ടും നൽകപ്പെടും. സ്നേഹിക്കാൻ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന് അത് വീണ്ടും നൽകപ്പെടും. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ സമയമുള്ളവന് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുള്ള സമയം വീണ്ടും നൽകപ്പെടും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരു വചനം പറയാൻ കഴിയുന്ന സമയത്ത് ആ ഒരു വചനം പറയാൻ നല്ല മനസ്സുള്ളവന് കൂടുതൽ വചനം പറയാനുള്ള അഭിഷേകം നൽകപ്പെടും. ഒരു 10 മിനിറ്റ് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമുള്ളവന് ആ 10 മിനിറ്റ് നേരം അവൻ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അവന് കൂടുതൽ നേരം പ്രാർത്ഥിക്കാനായിട്ട് നൽകപ്പെടും. ആ ഒരു പശ്ചാത്തലത്തിൽ ഉള്ളവന് വീണ്ടും നൽകപ്പെടും. ഇനി ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്നവൻ കരുതുന്നത് കൂടെ എടുക്കപ്പെടും. ഹല്ലേലൂയ. ഒരാൾ ചിന്തിക്കുകയാണ്, അവിടെ പള്ളിയുണ്ട്, അവിടെ കുർബാനയുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എല്ലാം അടുത്തടുത്തുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. ഇന്ന് പോകണ്ട, നാളെ പോകണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയും. അപ്പോൾ അവന് ഉള്ളതാണ്, പക്ഷേ അവനില്ലാത്തതിന് തുല്യമാണ്. അപ്പോൾ ഇല്ലാത്തവനിൽ നിന്ന് ആ ഒരു പോകാനുള്ള ഒരു സാധ്യത കൂടെ എടുത്തു മാറ്റപ്പെടും. അപ്പൊ വിശ്വാസം പരിശീലിക്കാത്തവന്, വിശ്വാസം പ്രാക്ടീസ് ചെയ്യാത്തവന് അവനുണ്ടെന്ന് അവൻ കരുതുന്ന വിശ്വാസം പോലും നഷ്ടപ്പെടും. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇന്ന് തന്നിട്ടുള്ള, ഇന്ന് നമുക്ക് കർത്താവ് 100 അവസരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് 100ഉം നമ്മൾ അതിൻ്റെ പരമാവധിയിൽ എല്ലാ നന്മകളും നമ്മളത് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പീഠത്തിൽ വെച്ചൊരു വിളക്കാക്കി മാറ്റണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ പീഠത്തിൽ തെളിച്ചു വെച്ച വിളക്കായി മാറാതെ മറച്ചു വയ്ക്കപ്പെട്ട വിളക്ക്, ഉപകാരമില്ലാത്ത ഒരു സാധനമായി മാറിയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, ഈശോയേ, ഈശോയേ.